ഞങ്ങളുടെ വളപ്പ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോവുകയാണ്. അപ്പോൾ കത്തി എടുത്തിട്ടുണ്ട്, പിന്നെ വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. വരൂ. അപ്പോൾ ഞങ്ങൾ എന്താ പൈനാപ്പിൾസ് ഉണ്ട്, അത് വളരുന്നുണ്ട്. റബ്ബർത്തോട്ടാണ്, ഞങ്ങളുടെ വളപ്പിക്ക് പോണ എന്താ വഴിയാണ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഗായ്സ് ഇത്ര എത്തിയത് ഞാൻ കുഴങ്ങിട്ടോ. നമുക്ക് ഇനി കുറച്ചും കൂടി പോകാണ്ട് വരും. അപ്പോൾ ഗായ്സ് ഇതൊക്കെ നമ്മുടെ ഡോറ ബുജുണ്ട്, അവരൊക്കെ പോകുന്ന സ്ഥലം പോലെയല്ലേ ഗായ്സ്. ഞങ്ങളുടെ പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വഴിയാണ്, പക്ഷേ ആ വളപ്പിക്ക് പോകുമ്പോഴുള്ള വഴിയാണ്. അതുപോലെ പുള്ളിവാരും നടക്കുന്ന പോലെ നടക്കട്ടെ. അത് കാലുമൊക്കെ കൊതു കളിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഞാനിത് ഇറങ്ങുക കേട്ടോ. കണ്ടില്ലേ, നല്ല ഇറക്കുണ്ട്. മുള്ളിച്ചെടികളൊക്കെ ഉണ്ട് നോക്കണോ. ഇതൊക്കെ മുള്ളിൻ്റെ ചെടികളായതുകൊണ്ട് നമ്മൾ കാലൊക്കെ പൊന്തിച്ച് നല്ല അരീന നടക്കാൻ പാടും കേട്ടോ. കണ്ടോ ഇവിടെ പാറക്കെട്ടുകളാണ്. ഈ പാറേൻ്റെ അധികം നമുക്ക് മെല്ലെ നടന്നു പോകണമെങ്കിൽ കാലൊക്കെ സ്ലിപ്പായി വീണ് എന്തൊക്കെയോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒക്കെ മരങ്ങളുടെ വിറക് ആൾക്കാർ വന്ന് കൊത്തിയിട്ട് പോയതാണ്. നമുക്ക് വേഗം പോവാം. കൊതുകിൻ്റെ കുട്ടികളെ നമ്മളെ കടിച്ചു. അപ്പോൾ ഗൈസ് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കോറി തുടങ്ങിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കും കൂടി നമുക്ക് പോയി നോക്കാം. ഈ കോറിയുടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ മത്സ്യങ്ങളുണ്ട്, മീൻ ഫിഷസ് ഉണ്ട്. ഈ ഫിഷിനെ വളർത്തുട്ടോ ഇവിടുത്തെ ആൾക്കാർ. എന്നിട്ട് അതിൻ്റെ ടൈം ആകുമ്പോൾ അതിനെ പിടിച്ചിട്ട് എടുത്ത് ഇതാക്കുമ്പോൾ ഇരിക്കും. ഇതിനെ കണ്ടോ, വെള്ളം തെളിഞ്ഞു നിൽക്കണ വെള്ളമുണ്ട്. പക്ഷെ നമ്മളിതിനൊന്നും ചാടാൻ പാടില്ല. ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒഴുക്കാണ്. പെടും കഴിഞ്ഞ് പെടും, അത്രയ്ക്ക് ഒഴുക്കാണ്. പക്ഷേ സോറി ഗായ്സ്, അപ്പോൾ അത് ഒഴുക്കുള്ള വെള്ളമല്ല, ആഴമുള്ള വെള്ളമാണ്. പക്ഷേ ഒരു 2 നില വീടിൻ്റെങ്കിലും വെള്ളം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഭാഗത്ത് അധികം വെള്ളമില്ല ഗായ്സ്. നമുക്ക് ഇതിൽ കാലിടാം, കൈയിടാം. കാലൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. അലിക്കുട്ടി ഇതിൽ വീഴരുതട്ടോ. അപ്പോൾ ഗായ്സ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇത് വരും. ഇതിനൊക്കെ വഴിയുണ്ട് കേട്ടോ ഗായ്സ്. ഇതിനെ പറയാൻ നമുക്ക് വീട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണിയെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ അതേ കോഴിയും വെള്ളമൊക്കെ തന്നെയാണ്. നമുക്ക് ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ മരമൊക്കെ പൊടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടോ പറയും. നമ്മളങ്ങോട്ട് ഇറങ്ങാനില്ല ഗായ്സ്. എന്താ അത്രയ്ക്ക് ഒഴുക്കുണ്ട്. ഈ സ്ഥലമൊക്കെ നല്ലതല്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. കണ്ടോ, ഈ സ്ഥലമൊക്കെ നല്ലതാണ്. കണ്ടോ കണ്ടോ കണ്ടോ, അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ ഗായ്സ്. അതാണ് കണിക്കുന്ന മരം. നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ഗായ്സ് ഇവിടെ ഒക്കെ അടിക്കാൻ നോക്കാം. ഹലോ, അടിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് തിരിച്ച് അവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ നിൽക്കാൻ അധികം നല്ലതല്ല. നമുക്കിവിടെ ചാടി കിടക്കാം ഗായ്സ്. കണ്ടോ, ഇവിടെ എന്തെങ്കിലും മരം മുടിച്ചിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും അധികം അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടുന്ന് ആൾക്കാർ എക്കോ അടിക്കാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ് രണ്ടാമതൊരു കോറിയുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇതിൻ്റെ പപ്പയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. പപ്പയ്ക്ക് നല്ല ധൈര്യം ഉണ്ട്. ഇത് ഗായ്സ്
ഇത് എന്തൊക്കെയോ ആയതാണ്. ബൈക്കൊക്കെ ഇതിലെ പോയി തോന്നുന്നു. ആ കോറിക്ക് പോകാൻ വേണ്ടി ഇതിന് ബൈക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അധികം ബൈക്ക് നല്ലതല്ല. എന്നാലും നേരെ പോയി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പാടാണ്. വരും ഇതിലെ പന്നിക്കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് വേണം. കയ്യിൽ വടി വേണം. അതൊക്കെ വേണം കേട്ടോ. അല്ലെങ്കിൽ പന്നികളെ നമ്മൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, നായ്ക്കളെ. അപ്പൊ നമ്മൾ എന്താ പിന്നെ മോളിക്കൊക്കെ നടന്നെത്താൻ കേട്ടോ. നല്ല ദൂരമുണ്ട് ഗോയ്. നമുക്ക് കുറേ നേരം നടന്ന് ചെല്ലണം. ഇതൊക്കെ പാറകളാട്ടോ. നല്ല വീഴുമെന്ന് പറഞ്ഞാൽ നല്ല വീഴും. അപ്പോൾ ഞാൻ സാധനം കാണിച്ചതാ. ഇത് പാറയുടെ മുമ്പിലുള്ളൊരു പൂവാട്ടോ. ഈ പൂവ് വംശനാശ ഭീഷണിയിലാണ്. ഇതധികം കാണലില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടാണ് ഇപ്പോൾ കണ്ടത്. ഇത് വരൂ, നമുക്കിനി ഇവിടെ എങ്ങനെ ഉണ്ട് പോയി നോക്കാം. ഇവിടെ വേറെ ഇത് കയറിയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മീൻ വളർത്തുന്നുണ്ട് തോന്നുന്നു. കണ്ടില്ലേ, ഇത് പുതിയ കോറിയാണ്. അത് വേറെ കോറി, ഇത് വേറെ കോറിയാണ്. ഞങ്ങൾ പപ്പൻ്റെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കണ്ടോ അവിടെ മീനുണ്ട്. കോയ്സ് കണ്ടില്ലേ? ഹലോ നമുക്ക് ശ്രദ്ധയോടെ നോക്കിയിരിക്കാം. ഓ അതൊക്കെ കണ്ട മീനുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് തിരിച്ചു പോരാം. നമുക്ക് തിരിച്ചു പോരാം. മീൻ കൊയ്ക്കുന്ന സമയത്ത് വെള്ളം വെച്ചിട്ടെടുക്കുന്ന പൈപ്പാണിത്. ഇത്രയ്ക്കും വലുതാണ്.